പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് പ്രബോധനത്തിനായിട്ട് വായിക്കുന്ന ദൈവവചന ഭാഗം യൂദയുടെ ലേഖനത്തിൽ നിന്നാണ്. യൂദയുടെ ലേഖനം ബൈബിളിലെ ലേഖനങ്ങളിൽ അവസാന ലേഖനമായിട്ടാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ 20ഉം 21 വാക്യം ഒന്ന് വായിക്കുവാണ്. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നുകൊണ്ടും ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. യൂദയുടെ ലേഖനം വളരെ ചെറിയൊരു ലേഖനമാണ്. യൂദയുടെ ലേഖനം എഴുതിയ സാഹചര്യത്തെക്കുറിച്ച് യൂദയുടെ ലേഖനം വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത്, സഭയിൽ കടന്നു വന്ന, അവിടെ എഴുതിയിരിക്കുന്നത് നുഴഞ്ഞു കയറി വന്ന ദുരുപദേശത്തെ, അതിൻ്റെ ഫലമായിട്ട് വരുന്ന തെറ്റായ വിശ്വാസത്തെയും പഴയ നിയമത്തിലെ ദൃഷ്ടാന്തങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സഭയ്ക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ കാലഘട്ടത്തിൽ എന്ന പോലെ ഈ കാലഘട്ടത്തിലും അതുപോലെ തന്നെ പ്രസക്തമായ കാര്യമാണ്. അപ്പോൾ തന്നെ നമ്മൾ ഈ യൂദയുടെ ലേഖനം നമ്മൾ തുടങ്ങുമ്പോൾ ആ ഒരു തുടക്കത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വചനം എല്ലാ ലേഖനത്തിലും ഉണ്ട്. ഈ യൂദയുടെ ലേഖനത്തിലും തുടക്കത്തിൽ എഴുതിയിരിക്കുന്ന ആ ലേഖനം നമുക്കുള്ള ഒരു വിശുദ്ധരെ, അല്ലെങ്കിൽ വിശുദ്ധരെന്ന് പറയുമ്പോൾ വീണ്ടും ജനിച്ചവരെ അഭിസംബോധന ചെയ്യുമ്പോൾ അവരെ അഭിസംബോധന ചെയ്യുമ്പോൾ വിശുദ്ധരുടെ അല്ലെങ്കിൽ വീണ്ടും ജനിച്ചവരുടെ പദവികളെക്കുറിച്ച്, അവരുടെ പ്രോമിസസിനെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് യൂദയുടെ ലേഖനം ആരംഭിക്കുന്നത്. നമുക്ക് വളരെ നമ്മൾ ആരാണെന്നുള്ളതും നമ്മൾ ദൈവത്തിൽ ക്രിസ്തുവിൽ ആരാണെന്നുള്ളതും നമ്മുടെ പ്രൊട്ടക്ഷനെക്കുറിച്ചും എല്ലാം ആ ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. അത് ഞാനൊന്ന് വായിക്കുവാണ്. യേശുക്രിസ്തുവിൻ്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരനുമായ യൂദ, പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടും. അപ്പോൾ നമ്മൾ പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർ. അപ്പോൾ നമുക്കവിടെ 3 കാര്യങ്ങൾ: വിളിക്കപ്പെട്ടവരാണ്, പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാണ്, അതുപോലെ യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടവരാണ്, ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്, ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അങ്ങനെ നമുക്ക് വളരെ പ്രത്യാശ തരുന്ന ഒരു വചനത്താലാണ് യൂദയുടെ ലേഖനം ആരംഭിക്കുന്നത്. ഞാൻ ആദ്യം വായിച്ച ആ വാക്യത്തിലേക്ക് തന്നെ വരികയാണ്. വാക്യത്തിലെ ഒരു 20ാം വാക്യത്തിലെ ഒരു വാക്യം മാത്രമേ ഇന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആ വാക്യം ഇതാണ്. ആ വാക്യത്തിലെ 20ാം വാക്യത്തിലെ ആ ഒരു ഭാഗമാണ്. ഇത് ഒരു മുന്നറിയിപ്പെല്ലാം കൊടുത്തതിന് ശേഷം അവർക്ക് ആ കാലഘട്ടത്തിൽ സഭയിലുണ്ടായ ദുരുപദേശത്തിനും എതിരെ ഒരു മുന്നറിയിപ്പ് കൊടുത്തതിന് ശേഷം യൂദ സഭയെ പ്രബോധിപ്പിച്ചുകൊണ്ട് പറയുന്ന ആ വാക്യത്തിലെ ഒരു ഭാഗമാണ്. നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധനവ് വരുത്തിയും. നമുക്കറിയാം, നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതിവിശുദ്ധ വിശ്വാസമാണ്. നമ്മൾ വിശ്വാസത്തെക്കുറിച്ച് ബൈബിളിൽ പല ഭാഗങ്ങളിൽ
പറയുന്നുണ്ട്. എബ്രായ ലേഖനത്തിൽ വിശ്വാസത്തിൻ്റെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും കോറായിട്ടുള്ള, അതിൻ്റെ ഏറ്റവും നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ദൈവപുത്രനായ യേശു ക്രിസ്തുവാണ്. യേശു ദൈവപുത്രനാണ് എന്നുള്ളതാണ്. യേശു ദൈവം തന്നെയാണെന്നുള്ളതാണ്. യേശു മനുഷ്യനായി ഈ ഭൂമിയിൽ വന്നു, ഭൂമിയിൽ പാപം കൂടാതെ ജീവിച്ചു, മനുഷ്യവർഗത്തിൻ്റെ പാപത്തിനു വേണ്ടി, പാപത്തിന് പരിഹാരമായി കാൽവരി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, മരണത്തിൽ നിന്നും ദൈവം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, സ്വർഗാരോഹണം ചെയ്തു, വിശുദ്ധന്മാർക്ക് വേണ്ടി പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് മധ്യസ്ഥനായി മഹാപുരോഹിതനായി ജീവിക്കുന്നു. വിശുദ്ധന്മാരെ ചേർക്കുവാൻ യേശു മടങ്ങി വരും. ഇത് നമ്മുടെ വിശ്വാസത്തിൻ്റെ മാറ്റമില്ലാത്ത ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യം. അപ്പം യൂദാ അവിടെ നമ്മളോട് പറയുകയാണ്, നമ്മുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കിക്കൊണ്ട് നമ്മൾ ആത്മീക വർധനവ് വരുത്തണം. അത് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യമാണ്. ഈ വിശ്വാസത്തെ ആധാരമാക്കിക്കൊണ്ടാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ അതിവിശുദ്ധ ദൈവപുത്രനായ യേശുക്രിസ്തുവിലുള്ള അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും അനുദിനം നമ്മുടെ ആത്മീയ വർധനവ് നാം വരുത്താൻ നാം ഉത്തരവാദിത്വപ്പെട്ടവരാണ്. കാരണം നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഈ അതിവിശുദ്ധ വിശ്വാസം ആണ്. ഈ അതിവിശുദ്ധ വിശ്വാസം അതിന് നമ്മളെ പര്യാപ്തമാക്കുന്നതാണ്. അതിനുള്ള എല്ലാ മുഖാന്തരങ്ങളും ഈ വിശ്വാസത്തിൽ ഉണ്ട്. കാരണം വീണ്ടും ജനിച്ച ഒരു വ്യക്തിക്ക് മാത്രമാണ്, കാരണം ഈ വിശ്വാസം എന്ന് പറയുമ്പോൾ ഈ വിശ്വാസം സ്വീകരിച്ച വ്യക്തി വീണ്ടും ജനിച്ചൊരു വ്യക്തിയാണ്. ഈ വീണ്ടും ജനിച്ചൊരു വ്യക്തിക്ക് മാത്രമാണ് ആത്മാവായ കാരണം ബൈബിൾ പറയുന്നു ദൈവം ആത്മാവാണ്, ആത്മാവായ ദൈവത്തെ ആത്മാവിൽ അറിയുവാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പം നമ്മുടെ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ആത്മീക വർധനവ് വരുത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ വ്യക്തിപരമായ നമ്മുടെ ദൈവത്തോടുള്ള നമ്മുടെ ബന്ധമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും നാം വ്യക്തിപരമായിട്ട് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, നമ്മുടെ വചനധ്യാനം, നമ്മുടെ കൂട്ടായ്മ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഞാൻ ചില കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. ഈ കാര്യങ്ങൾ നമ്മുടെ ഈ വിശ്വാസത്തെ ആധാരമാക്കിക്കൊണ്ട്, കാരണം നമുക്ക് നമ്മുടെ ഏത് സാഹചര്യങ്ങളിലും നമ്മുടെ ഈ വിശ്വാസത്തെ ഓർത്തുകൊണ്ട്, കാരണം നമ്മൾ ഈ വിശ്വാസം ഞാനിങ്ങനെ ചിന്തിക്കുന്നു, ഈ വിശ്വാസം നമ്മൾ ഇടയ്ക്ക് ഏറ്റ് പറയുന്നത്, കാരണം ക്രിസ്തുവിൽ നമ്മൾ ആരാണെന്നും ക്രിസ്തുവിൽ നമ്മുടെ പദവി എന്താണെന്നും നാം എന്നുള്ള കാര്യം നമ്മോട് തന്നെ ഏറ്റുപറയുന്നത് നമ്മുടെ വിശ്വാസ വർധനവിന് കാരണമാകുന്ന, അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ വർധനവിന് കാരണമാകുന്ന ഒരു കാര്യമാണ്. ഞാൻ അതിൻ്റെ യൂദാ ലേഖനം അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്ന ആ വചനം കൂടി ഒന്ന് വായിച്ച് ഞാൻ നിർത്തുന്നു. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏകദൈവത്തിന് തന്നെ സർവകാലത്തിനു മുമ്പ് ഇപ്പോഴും സദാകാലത്തോളം തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മളെ കേൾപ്പിച്ച വചനങ്ങൾക്കായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് കേൾക്കാൻ നമുക്ക് പലരിൽ നിന്ന് കേൾക്കുമ്പം നമുക്കൊരു ആത്മീയ വർധന ദൈവം നൽകുന്നു. നമ്മുടെ കൂട്ടായ്മയുടെ നടുക്ക് ഒരു ദൈവത്തിൻ്റെ ജ്ഞാനമുണ്ട്.
ഇപ്പോൾ ജിനോ പറഞ്ഞതിനോട് ചേർന്ന് ഒരു വാക്ക് പറയാൻ അങ്കിൾ സമയം എടുത്തു. ഇതുപോലെ ഒരു വാക്കാണെങ്കിലും നിങ്ങൾ അതിനോട് ചേർന്ന് പറയാൻ, ഇനി പറഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ അത് പൂരിപ്പിക്കാൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് ദൈവം തന്ന ജ്ഞാനത്തോടൊരല്പം കൂടെ കൂടുകയാണ്. ഇതെല്ലാം ഓരോരുത്തരിലും എല്ലാവരും കൂടെ ചേർന്ന് വരുമ്പോഴാണ് നമുക്കൊരു കംപ്ലീറ്റായ ഒരു ജ്ഞാനത്തിൽ നമ്മൾ വളരുന്നത്. ദൈവത്തിന് സ്തോത്രം. അതൊരു വലിയ മർമ്മമാണ്. സകല വിശുദ്ധന്മാരോടും കൂടെ ചേർന്നാണ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് സഭയെ ഓർപ്പിക്കുന്നൊരു കാര്യമാണ്, ദൈവസ്നേഹത്തിന് എത്ര ആഴമുണ്ട് എന്ന് ആർക്കെങ്കിലും അളക്കാമോ? എത്ര ഉയരമുണ്ടെന്ന്, എത്ര വീതിയുണ്ടെന്ന്? ഇത് ബൈബിളിലൊരു വാക്യമാണ്. ദൈവസ്നേഹത്തിൻ്റെ ആഴം, വീതി, നീളം, ഉയരം ഇതാർക്കും അളക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇത് ഒരു വിധത്തിൽ ഇത് അൺലോക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതെങ്ങനെയാണെന്നറിയാമോ? അതിൻ്റെ കീ എന്താണെന്നറിയാമോ? സകല വിശുദ്ധന്മാരോടും ചേർന്ന്. ആ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് ലോകത്തിലുള്ള എല്ലാ വിശുദ്ധന്മാരും കൂടെ ഒരുമിച്ച് ചേരുമ്പോഴാണ് നമുക്കിതിൻ്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ കിട്ടുള്ളൂ. അൺടിൽ ദെൻ നമ്മൾ ഒരർത്ഥത്തിൽ ആനയെ കാണാൻ പോയ അന്ധന്മാരുടെ അവസ്ഥ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് അനുചിതമായൊരു ഉദാഹരണമാണെങ്കിലും നമുക്ക് ഭാഗികമായിട്ടേ അറിയുള്ളൂ. എല്ലാവരോടും കൂടെ ചേർന്ന്, അപ്പോൾ ഇവിടെ ഉള്ളവരോട് എല്ലാവരോടും കൂടെ ചേർന്ന് ദൈവസ്നേഹത്തിൻ്റെ ആഴം കുറച്ചുകൂടെ വ്യക്തതയോടെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ്. ആൻഡ് ജിനോ, താങ്ക് യു ഫോർ ദാറ്റ് വേർഡ്. ആൻഡ് അതിവിശുദ്ധ വിശ്വാസത്തെക്കുറിച്ച് താൻ പറഞ്ഞത് എത്ര പേര് ശ്രദ്ധിച്ചു? എന്താ ഈ അതിവിശുദ്ധ വിശ്വാസം? വിശ്വാസം ഉണ്ടാവട്ടെ എന്ന് പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷേ എന്തോ ഈ വിശ്വാസം എന്ന് പറയുമ്പോൾ ഇവിടെ ഇത് മോസ്റ്റ് ഹോളി ഫെയ്ത്ത് എന്നുള്ളൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ജിനോ വിശദീകരിച്ചത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്താണ് ഈ മോസ്റ്റ് ഹോളി ഫെയ്ത്ത് എന്നാണ് താൻ അടിസ്ഥാനപരമായിട്ട് പറഞ്ഞത്. എന്താണത്? പ്രൈസ് ദി ലോർഡ്. അത് പലരും മിസ് ചെയ്യുന്ന പോയ കാര്യമാണ്. ഈ വിശ്വാസം ഉണ്ടാവാൻ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും ഒരു കാര്യമാണ്. അതാ നമ്മൾ വിശ്വാസത്തിൻ്റെ കുറവിനെക്കുറിച്ച് പറയും. നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നതാണ്, പക്ഷെ ക്രിസ്തുവിൻ്റെ വചനത്താലാണ് വരുന്നത്. മോസ്റ്റ് ഹോളി ഫെയ്ത്ത് എന്താണെന്ന് പറഞ്ഞത് നമുക്കുള്ള അടിസ്ഥാന വേദോപദേശമാണ്, അല്ലെങ്കിൽ നിത്യമായ സുവിശേഷമാണ്. അത് വളരെ വ്യക്തതയോടെ താൻ പറഞ്ഞു എന്നുള്ളതാണ്. ഇതിൽ അടിത്തറയില്ലാതെ പണിയുന്ന വിശ്വാസം ഒന്നും വിശ്വാസമല്ല, അത് വേറെന്തോ ആണ്. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? ഈ നിത്യമായ സുവിശേഷത്തിൽ അടിസ്ഥാനമിട്ട് അതിൽ അടിത്തറയിട്ട് പണിയുന്ന ഒരു സൂപ്പർ സ്ട്രക്ചറുണ്ട്. അല്ലാത്തതൊന്നും വിശ്വാസമല്ല. അതിൽ ബിൽഡ് ചെയ്യാനാണ് പറയുന്നത്. അതിനെ ആധാരമാക്കി പിന്നെ ബിൽഡിങ് സൂപ്പർ സ്ട്രക്ചറിലേക്ക് പോകാം. അതിൽ അടിത്തറയല്ലാത്തതൊന്നും അഭികാമ്യമല്ല. അത് നമ്മളെ പണിയുന്നതല്ല. അത് അങ്കിൾ പറഞ്ഞതുപോലെ ആ കൃത്യമായ രേഖയിൽ കർത്താവിനായി കാത്തിരിക്കുന്ന അത് വരില്ല. നമ്മൾ അടിത്തറകൾ മാറിയാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പം ഇവിടെ അതിവിശുദ്ധ വിശ്വാസം ദൈവത്തിൻ്റെ നിത്യമായ സുവിശേഷം തന്നെയാണ്. അതൊരിക്കലായി നമുക്ക് ഫലമേൽപ്പിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞു. ഒരിക്കലായി ഏൽപ്പിച്ചു തന്നതാണ്. അത് നമ്മൾ 2000 കൊല്ലമായി ലോകത്ത് ദൈവജനം വിശ്വസിക്കുകയും കാത്തു സൂക്ഷിക്കുകയും ലോകമുള്ള നാളത്രയും കർത്താവിൻ്റെ വരവോളം കാത്തു സൂക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന അതിവിശുദ്ധമായ വിശ്വാസമാണ് എന്ന സത്യം കൂടെ അങ്കിൾ ചേർത്തതുപോലെ ഞാനും അതിനോട് ജിനോ പറഞ്ഞ വാക്കിനോട് ആമേൻ പറഞ്ഞുകൊണ്ട് ചേർക്കുകയാണ്. പ്രൈസ് ബി ടു ഗോഡ്. താങ്ക് യു. ആ വചനം നമുക്ക് ഹൃദയംഗമായിട്ടൊന്ന് സ്വീകരിക്കാം. ഒരിക്കലായി ഫലമേൽപ്പിക്കപ്പെട്ട ഈ അതിവിശുദ്ധ വിശ്വാസത്തെ വിട്ടുകൊണ്ട് മറ്റൊരടിസ്ഥാനത്തിൻ്റെ മേൽ എൻ്റെ ജീവിതത്തിൽ ഒന്നും ആത്മീയമായതൊന്നും പണിതിട്ട് കാര്യമില്ല. ആ ഒരു ഉറപ്പ് എനിക്ക് തരണമെന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ലെറ്റ്സ് കണ്ടിന്യൂ ടു ഹിയർ. നമുക്ക് വീണ്ടും കേൾക്കാം. പാസ്റ്റർ പ്രിൻസൺ മുമ്പോട്ട് കടന്നു വന്ന ചില മിനിറ്റുകൾ നമ്മുടെ മധ്യത്തിലെടുക്കും. ഒരല്പസമയം അദ്ദേഹത്തിനും ഞാൻ കൊടുക്കുന്നു. നമുക്ക് അങ്ങനെ ദേവദാസന്മാർ വരുമ്പം അല്പാൽപ്പം വചനങ്ങളാണെങ്കിൽ നമുക്ക് ലഭിക്കുമ്പം അതൊരു വിരുന്നായിട്ട് മാറും. പല കൂട്ടാൻ വിളമ്പുമ്പോൾ ഒരു വിരുന്നായിട്ട് മാറുമെന്ന് പറയുന്ന പോലെയാണ്. സോ ലെറ്റ്സ് ലിസൺ ടു വാട്ട് ദ ലോർഡ് ഈസ് സേയിങ് ടു us. പ്രൈസ് ദി ലോർഡ്.
കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ ശുശ്രൂഷിക്കുന്ന കർത്തദാസൻ, കുടുംബം, അതുപോലെ തന്നെ അരുൺ പാസ്റ്റർ, എല്ലാവർക്കും അല്പസമയം ദൈവവചനം കേൾക്കാനിടയായി തീർന്ന എനിക്ക് മുമ്പ് ശുശ്രൂഷിച്ച കർത്തദാസൻ, എല്ലാവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവചനം അറിയിക്കുന്നു. ചില നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾക്ക് ഇന്ന് വീണ്ടും ഞാനും മകനുമായിട്ടൊന്ന് വരാനിടയായി തീർന്നു. ദൈവത്തിൻ്റെ മഹത്വം. കഴിഞ്ഞ മാസത്തിൽ ഞങ്ങൾക്ക് ബംഗാളിൻ്റെ പ്രദേശത്ത് പോയി കർത്താവിൻ്റെ മാറ്റമില്ലാത്ത സുവിശേഷം അറിയിക്കുവാനായിട്ട് ദൈവം കൃപ ചെയ്തു. അവിടെ ദൈവത്തിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ ആ അനുഭവങ്ങൾ അനേക ജീവിതങ്ങളിലേക്ക് പകരുവാനും അത് കേട്ട് അനേകരെ ഞങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. സ്തോത്രം. ഒരു സഹോദരൻ തീരുമാനമെടുത്ത് തൻ്റെ ഈ അനുഭവങ്ങൾ സുവിശേഷം പറയുന്ന വേലയിൽ പങ്കുചേരാനായിട്ട് ഇടയായി തീർന്നു. ഒരു വിദ്യാഭ്യാസമില്ലാത്തൊരു സഹോദരനാണ്. പക്ഷേ താൻ ഒരു ഹൈന്ദവനായിരുന്നു. താൻ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ടെങ്കിലും താനിങ്ങനെ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് ഭാരപ്പെട്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ചെന്ന ആ കൂട്ടായ്മ മുഖാന്തരം അദ്ദേഹത്തെ പാസ്റ്റർ പറഞ്ഞു, ഇദ്ദേഹത്തിന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, എന്ത് ചെയ്യണമെന്ന്. പറഞ്ഞു വരാൻ പറഞ്ഞു. കൂടെ കൊണ്ടുപോയി ഞങ്ങൾ സുവിശേഷം പറഞ്ഞ് ബൈബിൾ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം അത് തന്നെ പറയാൻ തുടങ്ങി. സ്തോത്രം. അദ്ദേഹം ഞങ്ങൾ പോരുമ്പോഴേക്കും ഒരു നല്ല സുവിശേഷ ഭർത്താവായി തീർന്നു. സ്തോത്രം പറഞ്ഞാട്ടെ. വിദ്യാഭ്യാസമില്ലാത്ത വ്യക്തി പോലും എല്ലാവരോടും താൻ അറിയുന്ന ഭാഷയിൽ, ബംഗാളി ഭാഷയിൽ തന്നെ സുവിശേഷം കൊടുത്തുകൊണ്ടിരിക്കാൻ തുടങ്ങി. സ്തോത്രം. അത് എനിക്ക് വളരെ സന്തോഷമായി തോന്നി. കാരണം വിദ്യാഭ്യാസം ഒന്നുമല്ല, നമ്മുടെ ഉള്ളിലുള്ള ദൈവസ്നേഹമാണ് അത് കാണിക്കുന്നത്, പ്രകടമാക്കുന്നത്. ഒന്ന് ആമേൻ പറയാൻ പറ്റുമോ? നമ്മളിലുള്ള ദൈവത്തിൻ്റെ സ്നേഹം എത്രമാത്രം നിറഞ്ഞു കവിയാൻ കഴിയുന്നുണ്ട്. തേടി വന്ന ക്രൂശിൻ്റെ സ്നേഹമാണ് നമ്മെ ഓരോരുത്തരും ഒരുമിച്ച് ഇവിടെ കൂട്ടിവരുത്തിയിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ ഗൾഫ് മേഖലയിലെല്ലാം വളരെ പ്രക്ഷുബ്ധമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അനേകർ പ്രാർത്ഥിച്ചു. 12 ദിവസമാണ് ഇസ്രായേൽ ഇറാൻ വിഷയം നടന്നത്, യുദ്ധം നടന്നത്. എന്നാൽ കഴിഞ്ഞ സൺഡേ കഴിഞ്ഞ് തിങ്കളാഴ്ച ചോദിക്കുമ്പോഴേക്കും അത് ഗൾഫ് മേഖല മൊത്തം വ്യാപിക്കാനിടയായി തീർന്നു. അവിടെയുള്ളവരെല്ലാവരും പലരും പേടിച്ച് എയർപോർട്ടിൽ വന്നു. എന്നാൽ എയർപോർട്ടിൽ വന്നിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എയർപോർട്ടുകളൊക്കെ അടച്ചിരിക്കുകയാണ്. നിസ്സഹായ അവസ്ഥ വന്നു. മനുഷ്യൻ്റെ ശൂന്യത, നിസ്സഹായ അവസ്ഥയൊക്കെ ഇങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലാണ്. പക്ഷെ നമ്മൾ പരദേശികളായി പാർക്കുമ്പോഴാണ്, പാട്ടൊക്കെ പരദേശികളാണെന്ന് പറയുമ്പോഴും നമ്മളത് അനുഭവിക്കുന്നില്ല. എന്നാൽ നമ്മുടെ ഇന്ത്യ രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്ത് ചെന്നിരിക്കുമ്പോഴായിരിക്കാം അവിടെ എയർപോർട്ട് അടച്ചു കഴിയുമ്പോൾ എന്തു ചെയ്യും? നിസ്സഹായ അവസ്ഥ. എവിടേക്ക് നോക്കും? അവിടെ പറയാൻ കഴിയും, ഞാൻ എൻ്റെ കണ്ണുകളെ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായം എവിടെ നിന്ന് വരുന്നു എന്ന് എന്നെ ചിന്തിപ്പിക്കുമ്പോൾ സ്തോത്രം ചിന്തിക്കാനായിട്ടൊരു വേദഭാഗമുണ്ട്. അപ്പോസ്തലൻ പൗലോസ് ഫിലിപ്പി ലേഖനത്തിലൂടെ എഴുതിയ 4-ാം അധ്യായം 4 മുതൽ വാക്യങ്ങൾ പ്രകാരമാണ് വായിക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്തോത്രം ചെയ്യുന്നു. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 4 മുതൽ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിൽ സന്തോഷിപ്പിൻ, പിന്നെയും പറയാൻ സന്തോഷിക്കാൻ പറ്റുമോ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കടന്നു വരുമ്പോൾ? അപ്പോസ്തലൻ പൗലോസ്ലീഹ ഈ ലേഖനം എഴുതുന്നത് കാരാഗൃഹത്തിൽ അല്ലെങ്കിൽ ജയിലിൽ കിടന്നുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് അനുകൂലമായൊരു സാഹചര്യമാണെങ്കിൽ നമുക്ക് സന്തോഷിക്കാം. പക്ഷേ അനുകൂലമല്ലാത്തൊരു സാഹചര്യം വരുമ്പോൾ, പ്രതികൂലമായിട്ട് വരുമ്പോൾ, പ്രതീക്ഷിച്ചതിനപ്പുറമായിട്ടുള്ള ഒരു വിഷയങ്ങൾ കടന്നു വരുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നുണ്ടോ? അവിടെയാണ് ക്രിസ്തീയ പ്രത്യാശയുടെ അതിവിശുദ്ധ വിശ്വാസത്തിൽ നിങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റും. കാരണം പുറമേയുള്ള മനുഷ്യനല്ല വലുത്, നമ്മുടെ അകത്തെ മനുഷ്യനാണ് നാൾക്കുനാൾ ബലപ്പെട്ടുകൊണ്ടിരിക്കേണ്ടത്. ആമേൻ. അപ്പം നമ്മുടെ അകത്തെ മനുഷ്യൻ നമ്മൾ ബലമുണ്ടോ? അകത്തെ മനുഷ്യൻ ബലമുണ്ടെങ്കിൽ നമുക്ക് പറയാൻ കഴിയും, ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ കർത്താവിൽ സന്തോഷിക്കുന്നു. ആമേൻ പറയാൻ പറ്റുമോ? നമ്മുടെ രോഗമായിരിക്കാം, ചിലപ്പോൾ നമ്മൾ സാമ്പത്തികമായിരിക്കാം, ചില പ്രതികൂലങ്ങളായിരിക്കാം, പ്രശ്നങ്ങളായിരിക്കാം, ജോലി സാധ്യതകൾ പലപ്പോൾ നഷ്ടപ്പെട്ടിരിക്കാം. ഇന്ന് പാട്ടുപാടിയതുപോലെ എല്ലാ വഴികളും അടഞ്ഞ സാഹചര്യമായിരിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. പൗലോസ്ലീഹ പറയുന്നുണ്ട്, ആ അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായത്തിൽ പറയുന്നൊരു വാക്യമുണ്ട്, 14 ദിനം രാത്രങ്ങൾ സൂര്യനെ കാണാതിരുന്ന രാത്രി. ആ കപ്പൽ യാത്ര ഒരിക്കലും ആരും രക്ഷപ്പെടുകയില്ലെന്ന് പറഞ്ഞപ്പോൾ
ഹല്ലേലൂയ സ്തോത്രം. അവിടെയും ഇറങ്ങി വന്ന് പൗലോസ്ലീഗ ബലപ്പെടുത്തിയ കർത്താവ്. സ്തോത്രം. അവിടെ പറയാണ് തൻ്റെ ഇനി ഇതിലുള്ള ഈ കപ്പലിലുള്ള ആരും തന്നെ എന്ത് ചെയ്യില്ല, രക്ഷപ്പെടുമെന്നുള്ളതായ എല്ലാം അസ്തമിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അവിടെ പൗലോസ്ലീഗയുടെ മുമ്പിൽ ഇറങ്ങി വരുന്നൊരു കർത്താവ്. സ്തോത്രം. ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വാഗ്ദത്തം. ആമേൻ പറയാൻ പറ്റുമോ? ദൈവത്തിലെ നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ വളരെ വിലയുള്ളവരാണ്. അതിവിശുദ്ധ വിശ്വാസം മാത്രമല്ല, നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മുമ്പിൽ വിലയുള്ളവരാണ്. ഈ ലോകത്തിൽ നമ്മൾ പലപ്പോഴും വിലയില്ലാതിരിക്കാം, പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ നാം ഓരോരുത്തരും വിലയുള്ളവരാണ്. ആ വാക്യം കൂടെ ഒന്ന് വായിക്കാൻ താല്പര്യപ്പെടുകയാണ്. അപ്പോസ്തല പ്രവൃത്തി സ്തോത്രം ചെയ്യുന്നു 27-ാം അധ്യായത്തിലെ സ്തോത്രം. അവിടെ പറയുന്നത് പ്രകാരമാണ്. താഴെ സ്തോത്രം ചെയ്യുന്നു 27-ന്റെ 23-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്ന്, പൗലോസേ ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു, നിന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ. ഒരു സ്തോത്രം ചെയ്താട്ടെ എല്ലാവരും. ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. അവിടെ ഇനി എല്ലാ ആശയറ്റ് എല്ലാ പ്രതീക്ഷയും കഴിഞ്ഞ് ഇരിക്കുമ്പോഴാണ് പറയുന്നത്, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ. എന്നാൽ സാക്ഷാൽ നമ്മുടെ കർത്താവ് തന്നെ ഇറങ്ങി വരികയാണ്. സ്തോത്രം. അതാണ് പറഞ്ഞത്, നമ്മളെ കൈവടിയാത്ത ഒരു സ്നേഹത്തിൻ്റെ ഒരു കരമുണ്ട്, ഉയരത്തിലെ കരമുണ്ട്. ഒരു ദൈവത്തിനും രക്ഷിക്കപ്പെട്ട് കർത്താവിനോടുകൂടെ ചേർന്ന ഓരോ ദൈവത്തിനും പറയാൻ കഴിയും, എൻ്റെ ഉടയവൻ. നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയാൻ കഴിയും, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. കൈവിടിയാത്തൊരു ദൈവമാണ്. ഒരു ഊമ വിഗ്രഹമല്ല, ജീവനുള്ള ദൈവമാണ്. നമ്മെ മെനഞ്ഞവൻ, നമ്മെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ആ മഹാദൈവത്തെ സേവിക്കാൻ കിട്ടിയത് തന്നെ ഒരു ഭാഗ്യമാണ്. പ്രൈസ് ദി ലോർഡ്. അനേകായിരങ്ങൾ കോടികൾ ജനങ്ങൾ, ഏകദേശം ഭൂമുഖത്തിൽ 850 കോടി ജനമുണ്ടെങ്കിലും ഹല്ലേലൂയ വളരെ ചുരുക്കം മാത്രമാർക്കാണ് ജീവനുള്ള ദൈവത്തെ അറിയുവാൻ കഴിഞ്ഞിട്ടുള്ളൂ. ആ ദൈവത്തെ സേവിക്കുവാൻ കിട്ടിയ ഭാഗ്യം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയാണ്, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനായ ദൈവം എനിക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. 14 രാത്രികളായിട്ട് കര കാണാ കടലിൽ സൂര്യനെ കാണാതെ പ്രക്ഷുബ്ധമായിരിക്കുന്ന അന്തരീക്ഷത്തിൽ എന്തു ചെയ്യും, എവിടെ എത്തുമെന്ന് അറിയാതെ എല്ലാവരും തന്നെ ആശയിച്ചിരിക്കുമ്പോൾ കർത്താവ് പൗലോസ്ലീഗയുടെ അടുക്കൽ വന്നിട്ട് പറയാണ്, ഹല്ലേലൂയ, പൗലോസ് എന്ത് ചെയ്യാണ്, ഭയപ്പെടേണ്ട, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടവനാകുന്നു എന്ന്. കാരണം ആദ്യവും അവസാനവും നമ്മുടെ ദൈവത്തിൻ്റെ കയ്യിലാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കണക്കൂട്ടുന്നതിനേക്കാൾ അപ്പുറമായി നമുക്കൊരു അന്ത്യം തീരുമാനിച്ചാൽ അത് നടത്തിക്കുവാൻ ശക്തനായ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്ന ഒരു ദൈവം. ആമേൻ പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. നമ്മളൊരു മുടി കൊഴിയണമെങ്കിൽ അറിയാതെ സംഭവിക്കത്തില്ല എന്നല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, റോമ 8:28 പറയുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എന്താണ്, സകലവും നന്മയ്ക്കായി കൂടി ആഭരിക്കുന്നു. ആമേൻ പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. ജീവിതത്തിൽ എന്തെല്ലാം മേഖലയുടെ കടന്നു പോകുമ്പോഴും അവിടെയും കൈവിടിയാത്ത ഒരു മഹാസ്നേഹവാനായ ഒരു കർത്താവിൻ്റെ കരം നമ്മെ തേടി വരുന്നു. നമുക്ക് വേണ്ടി ക്രൂശിൽ ജീവനെ യാഗമായി തീരുക മാത്രമല്ല, നമ്മെ ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ അന്ത്യത്തോളം കൂടിരുന്ന് വഴി നടത്തുന്ന ഒരു കർത്താവുണ്ട്. സ്തോത്രം. അതുകൊണ്ടാണ് പറഞ്ഞത്, ഹല്ലേലൂയ സ്തോത്രം, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. ഈ വചനങ്ങളാ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവസരകർത്താശ്രമം എല്ലാവരും നന്ദി പറയുന്നു. ആമേൻ. താങ്ക് യു പാസ്റ്റർ പ്രിൻസൻ. കരമടിച്ച് നമുക്ക് ആ വചനത്തെ സ്വീകരിക്കാം. നമ്മളെ കേൾപ്പിച്ച വചനങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. നമ്മളെക്കുറിച്ച് ദൈവം ഒരു നിർണയം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിന്തിച്ചു നമ്മുടെ ജീവിതം അവസാനിച്ചു, ഇതോടെ എല്ലാം തീർന്നു എന്ന് ചിന്തിച്ചാലും ദൈവത്തിൻ്റെ നിർണയങ്ങളെ നടക്കൂ എന്നൊരു ഉറപ്പ് നമുക്ക് ഇന്ന് കർത്താവിൻ്റെ ദാസനിലൂടെ പറഞ്ഞ വചനത്തിലൂടെ നമുക്ക് ലഭിച്ചു എന്ന് കരുതുകയാണ്. ആ ഉറപ്പ് നമുക്ക് പ്രാപിക്കാനായിട്ട് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പം എല്ലാത്തിൻ്റെയും ആദ്യവും ദൈവം ആദ്യനും അന്ത്യനും കർത്താവാണ്.
അൽഫ മാത്രമല്ല ദൈവം, ഒമേഗയുമാണ്. സോ ആർക്കാ ഫൈനൽ വേർഡ് ഉള്ളത്? അവസാന വാക്ക് ഡോക്ടർമാരുടെ അല്ല, മറ്റാരുടെയുമല്ല, ദൈവത്തിൻ്റെതാണ്, നമ്മുടെ കർത്താവിൻ്റേതാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ആ ഉറപ്പ് പൗലോസിന് കൊടുത്ത അതേ പൗലോസിൻ്റെ, അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും പൗലോസിൻ്റെയും ദൈവം എൻ്റെ ദൈവമെന്ന് നമുക്കിന്ന് പറയാൻ കഴിയട്ടെ. നമ്മുടെ പേരുകൂടെ അതിൻ്റെ കൂട്ടത്തിലുണ്ട്. അബ്രഹാമും ഇസഹാക്കും യാക്കോബിലും തീർന്നില്ല. ഈ ദൈവം എൻ്റെ ദൈവം എന്ന് ജീവപര്യന്തം നമ്മളെ വഴി നടത്താൻ വിശ്വസ്തനാണെന്ന് എണ്ണിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു നിമിഷം നമ്മളെ തന്നെ താഴ്ത്തി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. പിന്നെയും ഞങ്ങളെ ഉറപ്പിക്കണമേ. ഞങ്ങളിവിടെ പാടിയ ഓരോ വാക്കുകളിലൂടെയും ഞങ്ങളോട് അവിടുന്ന് സംസാരിക്കുകയായിരുന്നു. കർത്താവ് ഞങ്ങളെ ആശ്വസിപ്പിക്കുകയായിരുന്നു, ഉറപ്പിക്കുകയായിരുന്നു. ഞങ്ങളെ പിന്നെയും പണിയണമേ കർത്താവേ, ഞങ്ങളെ സഹായിക്കണമേ. വചനത്തിൻ്റെ വാതിലുകളെ തുറന്നു തരണമേ. പറവകൾ വന്ന് അത് പെറുക്കിയെടുത്തുകൊണ്ട് പോകുവാൻ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യത്തിൻ്റെ വചനം അത് 30, 60, 100 മേനിയായി വിളയണം കർത്താവേ. അതിനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. സംസാരിപ്പാൻ അടിയനെ ബലപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ അപേക്ഷിക്കുന്നു. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്ന വേദവാക്യം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43-ാം അധ്യായത്തിൻ്റെ 18, 19 വാക്യങ്ങളാണ്. ദയവായിട്ട് അതൊന്ന് വായിക്കാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43-ാം അധ്യായം 18, 19 വാക്യം. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും. നിങ്ങൾ അത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. ഒരിക്കൽ കൂടി അതൊന്ന് വായിക്കാമോ? Can we read it one more time? Listen to the word of God. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉദ്ഭവിക്കും. നിങ്ങൾ അത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. ദൈവവചനത്തിൻ്റെ വ്യാഖ്യാനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം ഒരു വാക്യവും അടർത്തിയെടുത്ത് വേറെ വിശദീകരിക്കരുതെന്നാണ്. അപ്പോൾ ദൈവവചനത്തിൻ്റെ ലാർജായ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് മാത്രമേ ഒരു വചനത്തെ നമുക്ക് കാണാൻ കഴിയൂ. പെട്ടെന്ന് അതിനൊരു സാഹചര്യമുണ്ടെന്ന് പറയാൻ, പക്ഷേ ബൈബിളിൻ്റെ മൊത്തത്തിലൊരു സാഹചര്യമുണ്ട് ഒരു വാക്യം പറയാൻ. ഇവിടെ മുമ്പുള്ളവയെ ഓർക്കണ്ട എന്ന് പറയുന്നു. ഓർമ്മക്കുറവ് എന്ന ഒരു രോഗം തന്നെ നമുക്കുണ്ട്. നമ്മളെല്ലാവരും കംപ്ലൈൻറ്റ് ചെയ്യുന്നൊരു കാര്യമാണ് ഓർമ്മക്കുറവ്. പക്ഷെ ചിലപ്പോഴെങ്കിലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഓർമ്മക്കുറവ് എന്തൊരു അനുഗ്രഹമാണെന്ന്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഓർമ്മക്കുറവ് പോലൊരു അനുഗ്രഹമാണ്. അതെങ്ങനെ? ചില കാര്യങ്ങളൊക്കെ മറക്കുന്നതാണ് നല്ലത്. ഇവിടെ ഈ വാക്യം ഒരു പ്രോത്സാഹനത്തിൻ്റെ വാക്യമാണ്. അതിൻ്റെ പശ്ചാത്തലത്തിലേക്ക് ഇന്ന് ഞാൻ പോകുന്നില്ല, അത് നമുക്ക് ചിന്തിക്കാം. സോ ഐ ഡോണ്ട് ഫൊർഗെറ്റ് യൂഷ്വലി ദ കോണ്ടെക്സ്റ്റ്. ഇതൊരു പ്രോത്സാഹനത്തിൻ്റെ വാക്യവുമാണ്. പക്ഷേ ദൈവം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലും നമ്മിലൂടെയും പ്രവർത്തിക്കുന്നത് എന്ന സത്യത്തെ കൂടെ ഈ വാക്യം കാണിക്കുന്നുണ്ട്. ഇവിടെ വചനം പറയുന്നു, മുമ്പുള്ളവയെ ഓർക്കണ്ട എന്ന് പറയുന്നതിൽ ദൈവത്തിൻ്റെ ഉപകാരങ്ങൾ ഓർക്കാനാണ് പറയുന്നത്, അല്ലേ? പക്ഷേ ഓർക്കണ്ടാത്ത ചില കാര്യങ്ങളുണ്ട്, ഓർക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ പശ്ചാത്തലപ്രകാരം നമ്മുടെ ജീവിതത്തിൽ വന്ന പരാജയങ്ങളെ ഓർക്കണ്ട. പൂർവകാലങ്ങളിൽ പരാജയങ്ങളും വേദനകളും അനുഭവിക്കാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ?
ഇവിടെ പ്രായമുള്ളവർ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുള്ളവരാ. ഒരബദ്ധവും ഞാൻ ജീവിതത്തിൽ കാണിച്ചിട്ടില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറ്റിയെന്ന് പറഞ്ഞാൽ മതി, മണ്ടത്തരമാണെന്ന് ഞങ്ങൾക്കറിയാമെന്ന് ആരോ തമാശയ്ക്ക് പറയാറുണ്ട്. നമ്മളെല്ലാം അബദ്ധങ്ങൾ കാണിച്ചിട്ടുണ്ട്. നമ്മുടെയൊക്കെ ജീവിതം ഒന്നുകൂടെ ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ സുബോധത്തോടെ ജീവിക്കാമായിരുന്നു എന്ന് ചിന്തിക്കുന്നവരല്ലേ നമ്മൾ? പലപ്പോഴും അങ്ങനെയാണ് അല്ലേ? പക്ഷെ ഇവിടെ കർത്താവിൻ്റെ വചനം പറയുന്നു, മുമ്പുള്ളവയെ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. God in His Spirit is trying to encourage us today. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമുക്കൊരു പ്രോത്സാഹനവും നമ്മുടെ ജീവിതത്തിൽ, അല്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ചെറിയ കാഴ്ചപ്പാട് ഇതിലൂടെ ലഭിക്കുകയും ചെയ്യുന്നു എന്ന് ഞാൻ കരുതുകയാണ്. നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങളും പൂർവ്വകാലത്തിലുണ്ടായ പരാജയങ്ങളും വിജയങ്ങളും നമ്മൾ ചിലപ്പോൾ മറക്കണം. കാരണം എന്താണെന്നറിയാമോ? എന്തുകൊണ്ടാണ് മറക്കണമെന്ന് പറയുന്നത്? അത് മറന്നില്ലെങ്കിൽ ഇപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ, ഇപ്പോൾ ഈ വർത്തമാനകാലത്ത് നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെ കാണാൻ നമുക്ക് കഴിയില്ല എന്നുള്ളതാണ്. ദൈവം ഭൂതകാലത്തിൻ്റെ ദൈവമാണ്, പക്ഷേ ഹീ ഈസ് ഗോഡ് ഓഫ് ദ പ്രസൻറ്റ്. ദൈവം ഇപ്പോൾ പ്രവർത്തിക്കുന്ന ദൈവമാണ്. അല്ലാതെ കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. വലിയ കാര്യങ്ങൾ ചെയ്തു, അതിൻ്റെ നിഴലിൽ നമ്മൾ അങ്ങനെ ജീവിച്ചാൽ പോരാ. നല്ല ഓർമ്മകൾ, ഒരു ഭക്തൻ പറഞ്ഞു, നല്ല ഓർമ്മകൾ പോലും നമ്മുടെ മുമ്പിൽ ഒരു ബിംബമായി തീരുമെന്നാണ്. Are you with me? ഭൂതകാലത്തിലെ നല്ല ഓർമ്മകളുണ്ടാവും, നമ്മൾ പ്രാപിച്ചെടുത്ത വിജയങ്ങൾ. ഞാൻ കാണിച്ചൊരു മണ്ടത്തരം ഞാനപ്പോൾ ഓർത്തു പോവുകയാണ്. എന്നാൽ ഇന്ന് എനിക്കത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ചെയ്യാൻ പറ്റില്ല. പണ്ട് എനിക്ക് തോന്നുന്നു ഒരു 10-20 ഏകദേശം 2000-നോടടുത്ത് പെരിയാർ റിവറിൽ നല്ല വെള്ളം ഉണ്ടായിരുന്നു. ഒരു ട്യൂബിൽ നീന്തൽ കുറച്ചൊക്കെ നീന്തുമെന്നുള്ളതല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഇവിടുത്തെ നമ്മുടെ പ്രീതി ആൻറ്റിയുടെ അത്ര നീന്താൻ എനിക്ക് പറ്റുമെന്ന്. പ്രീതി ആൻറ്റിക്ക് നന്നായി നീന്താൻ കഴിയും, കാരണം പുഴയുടെ തീരത്തായിരുന്നു അവരുടെയും വീട്. കുറച്ച് നമ്മൾ നീന്തും. അന്ന് മണ്ടത്തരത്തിൽ ഒരു നല്ല ബസ്സിൻ്റെ ട്യൂബ് എങ്ങനെയോ വായു നിറച്ചെടുത്ത് അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്ന്, അന്ന് ഒത്തിരി ചെറുപ്പക്കാർ ഓയമ്മിലുണ്ട്, ഇതിൽ തുഴഞ്ഞ് 1 കിലോമീറ്ററിലധികം ദൂരമുള്ള പെരിയാർ നദിയുടെ അക്കരെ പോയി. അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പോയി വന്നു. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറയല്ലാതെ ഇന്ന് ചെയ്യാൻ എനിക്ക് ധൈര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെ പല മണ്ടത്തരങ്ങളും സാഹസികമായ കാര്യങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഞാൻ ഓർത്തുപോയി. അത് കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെറുതെ പറയാം എന്നുള്ളതല്ലാതെ അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ഈ വിജയങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ നേടിയെന്ന് തോന്നുന്ന ജീവിതത്തിലെ വിജയങ്ങൾ പോലും നമ്മുടെ മുമ്പിൽ ഒരു ബിംബമായിട്ട് നിന്ന് ഇന്നെന്താണ് പ്രവർത്തിക്കുന്നത് എന്ന കാര്യത്തെ നമ്മൾ മറന്നുപോകും. അപ്പം നല്ല ഓർമ്മകൾ നമ്മളെ, ഓക്കെ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, അത്രയൊക്കെ വിജയം വരിച്ചിട്ടുണ്ട്, മതി, ദൈവം എൻ്റെ ജീവിതത്തിൽ ഇത്രയൊക്കെ ചെയ്യൂ എന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ കുത്തിടും. അതിന് നമ്മൾ അനുവദിക്കരുത്. നമ്മുടെ കംഫർട്ട് സോണാണ് അത് എന്ന് നമ്മൾ ചിന്തിക്കണം. അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ നമുക്ക് മനസ്സില്ല. നോക്കിയാൽ ഇസ്രായേൽ ജനതയുടെ കാര്യമൊന്ന് ഓർക്കേണ്ട കാര്യമുണ്ട്, മറക്കേണ്ട കാര്യമുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ദൈവം ഓർക്കാനും മറക്കാനും പറയുന്നത് എന്നതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാടാണ് നമുക്ക് വേണ്ടത്. അവരുടെ പുറപ്പാട് എത്ര ഗംഭീരമായിരുന്നു. പക്ഷെ അവിടെ തന്നെ അവർ നിന്നാലോ, ദൈവം പറയുന്നു പൂർവ്വകാലങ്ങളിൽ ഉണ്ടായ വലിയ വിജയങ്ങൾ നല്ലതാണ്, പക്ഷെ ഞാൻ
ദൈവം എപ്പോഴും നമ്മൾ ചോദിക്കുന്ന കാര്യമില്ലേ, ഫ്രഷായി കർത്താവിന് ചോദിച്ചു, ഇപ്പോൾ ഫ്രഷായി പിടിച്ചത് എന്തെങ്കിലും ഉണ്ടോന്നാ ചോദിക്കുന്നത്, ഇപ്പം പിടിച്ചത്. ദാറ്റ് ഈസ് സോ ട്രൂ. ദൈവം പുതിയത് ചെയ്യുന്ന ദൈവമാണെന്ന് വചനം പറയുന്നു. ദൈവത്തിൻ്റെ പ്രകൃതം എപ്പോഴും മുമ്പോട്ടാണ്. അത് നമ്മുടെ സൈറ്റിനെ കുറിച്ച് പറയാറുണ്ട്. നമ്മുടെ സൈറ്റിൽ കയറാൻ കഴിയുന്നവർ കയറണം. അതിനെ ഡൈനാമിക് എന്നാണ് പറയുന്നത്. ഡൈനാമിക് ആയിരിക്കണം എന്ന് പറയാറുണ്ട്. ഐ തിങ്ക് ജയേഷ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വാട്ട് ഈസ് ഡൈനാമിക് എന്ന പദം. അത് വളരെ സജീവമാണ്, സജീവമായിരിക്കണം. ദൈവം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഭൂതകാലത്തിൽ പ്രവർത്തിച്ചു തീർന്ന ഒരു ദൈവമല്ല, ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദൈവമാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മുമ്പോട്ട്, ഇവിടെ നിന്ന് മുമ്പോട്ടാണ് നമ്മൾ പോകേണ്ടത്. നമ്മെ ദൈവം വിളിച്ചു, നമ്മളെ ദൈവം വിളിച്ചു. ഇനി എന്താ പറയുന്നതെന്നറിയാമോ? വിശ്വാസത്താൽ മുമ്പോട്ട് നടക്കണമെന്ന്. അതല്ലാതെ നൊസ്റ്റാൾജിയയും ഓർത്തുകൊണ്ട്, ഭൂതകാലത്തിൻ്റെ ഓർമ്മ ഓർത്തുകൊണ്ട് പുറകോട്ട് തിരിഞ്ഞ് പുറകോട്ട് പോകാനല്ല. നമ്മളെല്ലാം നൊസ്റ്റാൾജിയ ഉള്ളവരാണ്. ഞാൻ നൊസ്റ്റാൾജിയെക്കുറിച്ച് ഓർക്കുമ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ എളുപ്പത്തിൽ പറയാം, നമുക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എൻ്റെ ബ്രദറിലോ എപ്പോഴും നാട്ടിൽ വരുന്ന സമയത്ത് താൻ കൊച്ചു പ്രായത്തിൽ വളർന്ന ആ സ്ഥലത്തേക്ക് പോകാൻ വളരെ ഇഷ്ടമാണ്. പണ്ടുള്ള ഓർമ്മകൾ ചെറിഷ് ചെയ്യാൻ വേണ്ടി അവിടെയുള്ള കൊച്ചു കൊച്ചു ചായക്കടയിൽ പോയി, അങ്ങനെയൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് അറിയത്തില്ല. നമുക്കെല്ലാം ഒരു നൊസ്റ്റാൾജിയ ഉണ്ട് ചില കാര്യങ്ങൾ കാണുമ്പോൾ. കർത്താവ് നമ്മളോട് പറയുന്നത് അങ്ങനെയുള്ള നൊസ്റ്റാൾജിയ വേണ്ടതൊന്നുമല്ല, നത്തിങ് റോങ് ഇൻ ഇറ്റ്. പക്ഷെ നമ്മളോട് മുമ്പോട്ട് നടക്കാനാണ്. ഭൂതകാലത്തിൻ്റെ നിഴലുകളിൽ നമ്മൾ അങ്ങനെ ജീവിച്ച് മുമ്പോട്ട് പോകാനല്ല, പുറകോട്ടല്ല നമ്മൾ സഞ്ചരിക്കുന്നത്. നമ്മൾ മുമ്പോട്ട് സഞ്ചരിക്കാൻ ദൈവത്തിൻ്റെ വചനം നമുക്ക് ശുപാർശ തരിക, നമ്മളെ ഉത്തേജിപ്പിക്കുകയാണ്. ഇവിടെ പറയുന്ന വാക്ക് ശ്രദ്ധിക്കൂ. സീ ഐ ആം ഡൂയിങ് എ ന്യൂ തിങ്. പുതിയത്, പുതിയത്, പുതിയ സംഭവമല്ല ഇത്. ഇത് ദൈവത്തിൻ്റെ നമ്മളോടുള്ള കരുണയുടെ പുതിയ പ്രവൃത്തിയെയാണ് കാണിക്കുന്നത്. ഇവിടെ ദൈവം ഗിയർ മാറ്റുകയാണ്. ഫസ്റ്റ് ഗിയർ ഇതുവരെ പോയി. എത്ര ദൂരം പോകും ഫസ്റ്റ് ഗിയറിൽ? ഇരച്ചോണ്ടിരിക്കത്തുള്ളൂ, അധികം വേഗത ഉണ്ടാവില്ല. ഇവിടെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത് പോലെ ഇവിടെ ഒരു ഷിഫ്റ്റിംഗ് ആണ് നടക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ വ്യക്തിത്വത്തെ ദൈവം പുതുക്കുകയാണ്. Sometimes it is very hard for me to believe. Sometimes it is quite hard for me to believe. അന്ന് ഒരിക്കൽ ജയേഷ് പറഞ്ഞു, ഞാൻ കണ്ണാടി വെക്കേണ്ട ഒരു സമയം. It's hard to believe sometimes. പക്ഷെ വെക്കുന്നുണ്ട്, ഇത് വെക്കാതെ പറ്റില്ല. അത്രയും പ്രായമായി എന്ന് പലപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റുന്നുമില്ല. ബട്ട് ഇറ്റ് ഈസ് എ റിയാലിറ്റി. വി ആർ ഗോയിങ് ഫോർവേഡ്. നമ്മൾ മുമ്പോട്ടാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റിയെ ദൈവം പുതുക്കും. നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പിനെ കുറിച്ച് എന്താ വചനം പറയുന്നത്? അത് നമ്മൾ ഉറപ്പാക്കണമെന്ന് പത്രോസ് പറയുന്നു. പക്ഷെ നമ്മുടെ വിളിയെ തന്നെ ദൈവം വീണ്ടെടുക്കുകയാണ്. ദൈവത്തിൻ്റെ ലക്ഷ്യം നിത്യതയുമായി താരതമ്യപ്പെടുത്തുമ്പം എത്ര ഹ്രസ്വകാലമാണ് നമുക്ക് ഭൂമിയിലുള്ളത്. നമ്മൾ പലപ്പോഴും അത് മറക്കുകയാണ്. നമ്മളെ വിളിച്ച വിശുദ്ധ വിളിയെക്കുറിച്ച് മറന്നു പോകുകയാണ്. ചില സമയത്ത് നമ്മുടെ ദിശയെ തന്നെ ദൈവം ഒന്നുകൂടെ പുനഃക്രമീകരിക്കേണ്ടതുണ്ട്. ദിശയെ പുനഃക്രമീകരിക്കുന്ന കാര്യം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്നറിയാമോ? റീകാൽക്കുലേറ്റിംഗ്. ഗൂഗിൾ മാപ്പിൽ ഇടയ്ക്കിടയ്ക്ക് എത്ര കൃത്യമായി തൊട്ടടുത്ത സ്ഥലത്ത് എത്തിയാൽ പോലും നമ്മൾ എത്തുകയില്ല. വി ഗെറ്റ് റിയലി കൺഫ്യൂസ്ഡ്. അങ്ങനെ എത്ര പ്രാവശ്യം വട്ടം കറങ്ങിയിട്ടുണ്ട്? നിങ്ങൾ ആരും വട്ടം കറങ്ങിയിട്ടില്ലേ?
ഞങ്ങൾ ഒത്തിരി പ്രാവശ്യം തൊട്ടടുത്താണ്, പക്ഷേ വട്ടം കറങ്ങുകയാണ്, മാപ്പ് കറക്റ്റ് ആവുന്നില്ല. സോ പിന്നെ റീകാൽക്കുലേറ്റ് ചെയ്ത് സംഹൗ അത് റീഅലൈൻഡ് ആവണം. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പലപ്പോഴും. ഇവിടെ എബ്രായ ഭാഷയിലെ ഒരു ശൈലിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു പ്രത്യേക ശൈലിയിലാണ് ഈ വാക്യം പറയുന്നത്. ഞാൻ പുതിയത് ഒന്ന് നിങ്ങളുടെ മുമ്പിൽ ചെയ്യുകയാണ്, അത് നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടുകയാണ്. ഇത് കേവലം ഒരു വാഗ്ദത്തമല്ല. വാഗ്ദത്തം വരാൻ പോകുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ കിട്ടിയിട്ടില്ല, അതിപ്പോൾ തന്നെ വന്നു എന്ന്. നോക്കി അടുത്ത വാക്യം ശ്രദ്ധിച്ച്, അടുത്ത ആ ഒരു വാക്യം ശ്രദ്ധിച്ച്, 43-19 വാക്യം. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉദ്ഭവിക്കും. ഇത് അങ്ങ് അകലെ സംഭവിക്കാൻ പോകുന്നൊരു കാര്യമല്ല. ഇറ്റ് ഓൾറെഡി ബിഗാൻ. ഇത് തുടങ്ങിക്കഴിഞ്ഞു. ദൈവം നമ്മളോട് ചോദിക്കുക, നിനക്കത് മനസ്സിലായില്ലേ? ആ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ദൈവത്തിന് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനുള്ള കാര്യം തുടങ്ങിക്കഴിഞ്ഞു. പക്ഷെ നമ്മുടെ ആത്മീയ മന്ദത നിമിത്തം നമുക്കത് മനസ്സിലായില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തമ്പുരാൻ നമ്മളോട് ചോദിക്കുക, നമ്മളൊക്കെ ചോദിക്കും മനസ്സിലായില്ലേ? ഇത് നമ്മൾ അന്യോട്ടും ചോദിക്കാറുണ്ട്, മക്കളോടായാലും ഇനി അവർ തിരിച്ചാണെങ്കിലും ഒക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ ഇവിടെ ദൈവം തമ്പുരാൻ നമ്മളോട് ചോദിക്കുക, നിനക്കത് ഗ്രഹിക്കാൻ പറ്റിയിട്ടില്ലേ എന്ന്. അതല്ലേ അവിടെ പറയുന്നത്? നീ അറിയുന്നില്ലയോ? ബിഹോൾഡ് ഐ വിൽ ഡു എ ന്യൂ തിങ്, നൗ ഇറ്റ് ഷാൾ. നൗ ആ വാക്കൊന്ന് അടിവരയിടണം. നൗ ഇറ്റ് ഷാൾ സ്പ്രിങ് ഫോർത്ത്. ഷാൾ യു നോട്ട് നോ ഇറ്റ്? നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ലോ ഇല്ലയോ എന്നാണ്, നിങ്ങളത് ഗ്രഹിക്കുന്നില്ലയോ എന്നാണ് ചോദിക്കുന്നത്. ഈ ആത്മീയമായ മന്ദത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. പല കാര്യങ്ങളിലും ശിഷ്യന്മാരെ വരെ കർത്താവ് റെബ്യൂക്ക് ചെയ്ത സാഹചര്യങ്ങൾ ഓർക്കൂ. അവർക്ക് ഈ മന്ദതയുണ്ടായിരുന്നു. നിങ്ങൾ പറയൂ, അവർക്ക് ഈ മന്ദതയുണ്ടായിരുന്നു. പല ആത്മീയ കാര്യങ്ങളും പറഞ്ഞിട്ട് അത് ഗ്രഹിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഈ മന്ദതകൾ നമുക്കും ഇന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നമ്മളോട് ചോദിക്കുക, നമ്മൾ ഗ്രഹിക്കുന്നില്ലയോ? ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലയോ? അത് തുടങ്ങിക്കഴിഞ്ഞു, നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ലയോ? നിങ്ങളത് ഗ്രഹിക്കുന്നില്ലയോ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഹല്ലേലൂയ. നമ്മുടെ സ്പിരിച്വൽ ഡൾനെസ്സിനെ, ആത്മീയ മന്ദതകളെ നമ്മൾ തിരിച്ചറിയണം. ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന വചനം പറയുന്നു. എത്ര ചെവിയാണ് നമുക്കുള്ളത്? 2 ചെവിയുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു കാര്യം പറയുമ്പം സെൻസിറ്റീവായി അത് റിസീവ് ചെയ്യാൻ നമ്മൾ മന്ദതയുള്ളവരാണ്. നമുക്കെപ്പോഴും വേണ്ടത് കേൾപ്പാൻ വേഗത, അത് ദൈവത്തിൻ്റെ സ്വരം എവിടെ നിന്ന് എങ്ങനെ വന്നാലും, അതെത്ര മൃദുസ്വരമാണെങ്കിലും ഗ്രഹിക്കാൻ എനിക്ക് കഴിയണമേ എന്ന പ്രാർത്ഥനയാണ് നമുക്ക് വേണ്ടത്. അവിടെ എന്താണ് പറയുന്നത്? അത് നിങ്ങൾ അറിയുന്നില്ലയോ? അതേ, ഞാൻ മരുഭൂമിയിൽ, നിർജ്ജന പ്രദേശത്ത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? മരുഭൂമിയിൽ വഴിയോ? മരുഭൂമിയിൽ യാത്ര ചെയ്യുന്നവരെ കുറിച്ച് പണ്ട് വായിച്ചൊരു ഫീച്ചർ ഞാൻ ഓർക്കുന്നുണ്ട്. ഓർമ്മ ശരിയാണെങ്കിൽ മലയാള മനോരമയിൽ വന്നൊരു ഫീച്ചറാണ്. ദീർഘദൂര യാത്ര ചെയ്തു, എല്ലാ സൗകര്യങ്ങളുമുള്ള വണ്ടിയാണ്. കാറ്റടിച്ചപ്പം റോഡും മരുഭൂമിയും തമ്മിൽ തിരിച്ചറിയാൻ പറ്റില്ല. പിന്നെ രക്ഷപ്പെടുന്നത് മഹാത്ഭുതമാണെന്നാണ്.
കാറ്റടിച്ച റോഡും മരുഭൂമിയെല്ലാം വെള്ളം കയറി വെള്ളപ്പൊക്കം വരുമ്പോൾ വരമ്പോ ഒന്നും ഇല്ലെന്ന് പറയുന്ന പോലെയാണ്. അങ്ങനെ നമ്മളുടെ ആളുകൾ എത്ര പേര് കുഴിയിൽ പോകുന്നു വഴി അറിയാമെങ്കിലും. മരുഭൂമിയിൽ വഴി തുറക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് ഇവിടെ പറയുന്നത് ഒരു ആത്മീയമായ തലമാണ് ഇവിടെ പറയുന്നത്. ഈ മരുഭൂമി എപ്പോഴും ഒരുപാട് സൂചനകൾ നമുക്ക് നൽകുന്ന സൂചന എന്താണ്? മരുഭൂമി യാത്ര എന്നുള്ള പാട്ട് നമ്മൾ പാടാറുണ്ട്. മരുഭൂമി നൽകുന്ന സൂചന എന്താ? മൃതമായ ഒന്നും മുളയ്ക്കാത്ത സ്ഥലമാണ് മരുഭൂമി. അവിടെ വഴിയൊരുക്കും എന്നതാണ് ഇവിടുത്തെ പ്രോമിസ്. ലൈഫ്ലെസ്സായ ജീവിത സാഹചര്യങ്ങളിൽ വഴി തുറക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു എന്നതാണ് ഇന്ന് ഗ്രഹിക്കാൻ നമുക്ക് കഴിയേണ്ടത്. വചനം വായിക്കുമ്പോൾ എൻ്റെ ഉള്ളം ദൈവത്തിൽ പ്രശംസിക്കുന്നു. ആ ഉറപ്പ് ദൈവത്തിൻ്റെ ജനത്തിന് ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മൃതമായതിനെ ജീവിപ്പിക്കുന്ന ദൈവം, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നമ്മെ ജീവിപ്പിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് ആണ് നമ്മൾ കർത്താവിൻ്റെ മേശയായി ആചരിച്ചത്. ശ്രദ്ധിക്കൂ എൻ്റെ പ്രിയരെ, മരുഭൂമി ചൂണ്ടിക്കാണിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ തിരുവെഴുത്ത് പറയുന്നത് മരുഭൂമി പരിശോധനയുടെ സ്ഥലമാണ്. ജീവിതത്തിൻ്റെ മരുഭൂമി ടെസ്റ്റിംഗ് ടൈംസ് ആണ്. കൂരിൽ താഴ്വരയിൽ കൂടെ നടന്നാലും അതൊരു ടെസ്റ്റിംഗ് ടൈമാണ്. ഇറ്റ് ഈസ് നോട്ട് ഈസി. എളുപ്പമല്ല നടക്കാൻ. അവിടെ നമ്മളെ ഉരിയുന്ന സ്ഥലമാണ്. അവിടെ നമ്മളെ ശൂന്യമാക്കുന്ന സ്ഥലമാണ്. എന്നാൽ മരുഭൂമി അത് മാത്രമല്ല, മരുഭൂമി ദൈവവുമായിട്ട് അഭിമുഖങ്ങൾ ഉണ്ടാകുന്ന സ്ഥലവും കൂടെ ആയിട്ടാണ് ബൈബിൾ പറയുന്നത്. ഹല്ലേലൂയ. ഹോശേയ പ്രവാചനത്തിലെ ഏറ്റവും പ്രശസ്തമായൊരു വാക്യമാണത്. ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോയിട്ട് ഹൃദ്യമായി സംസാരിക്കുമെന്ന്. എങ്ങനെ സംസാരിക്കുമെന്നാ? ഹൃദ്യമായി സംസാരിക്കും. മോശയെ നോക്ക്, ഏലിയാവിനെ നോക്ക്, നമ്മുടെ കർത്താവിനെ തന്നെ നോക്കൂ. മരുഭൂമികൾ നിർജ്ജനം മാത്രമല്ല, ഒന്നും മുളയ്ക്കാത്ത സ്ഥലം മാത്രമല്ല, ടെസ്റ്റിംഗ് സ്ഥലം മാത്രമല്ല, അവിടെ ദൈവവുമായിട്ട് അഭിമുഖങ്ങൾ ഉണ്ടാകുന്ന സ്ഥലം കൂടെയാണ്. എത്ര വർഷം കഴിഞ്ഞിട്ടാണ് മോശ മരുഭൂമിയിൽ വെച്ചാണ് ആ വിളി തനിക്ക് ലഭിക്കുന്നത്. ദൈവവുമായിട്ട് വിളിയേക്കാൾ ദൈവവുമായിട്ടുള്ള അഭിമുഖം ഉണ്ടാകുന്നത്. അപ്പോൾ ദൈവം ഇവിടെ പറയുന്ന ആ വാക്ക് പരിശുദ്ധാത്മാവിൽ ഏറ്റെടുക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ദൈവം എന്താ പറയുന്നത്? ഈ മരുഭൂമിയിൽ ഞാൻ ഉറവ തുറക്കുമെന്നാണ്, ഞാൻ നദികളെ ഒഴുക്കുമെന്നാണ്. What a promise that is. ജീവിതത്തിൻ്റെ ശൂന്യതകളുടെ നടുവിൽ നദികൾ പുറപ്പെടുവിക്കുന്ന ഒരു ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ദൈവം നമ്മളോട് ഇടപെടുന്ന സമയങ്ങളാണത്. പുതിയ കാര്യങ്ങൾ ദൈവം ചെയ്യുന്ന പല പ്രധാനപ്പെട്ട കാര്യങ്ങളും പലപ്പോഴും വളരെ കഠിനമായ സ്ഥലങ്ങളിലാണ് നടക്കുന്നത്. അത് ദൈവവചനത്തിൻ്റെ അനുഭവങ്ങളിലൂടെ, ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നോക്കിക്കേ, ഇവിടെ നല്ല മനോഹരമായ ഒരു രൂപരേഖ കാണുകയാണ്. ആദ്യം മരുഭൂമിയാണ്, പിന്നെ എന്താ കാണുന്നത്? പിന്നെ വചനമാണ്, ദൈവത്തിൻ്റെ വാക്കാണ്, പിന്നെ വഴിയാണ്, പിന്നെയാണ് വെള്ളം. എല്ലാം കഴിഞ്ഞിട്ട് മരുഭൂമിയിൽ
നിർജ്ജന പ്രദേശത്തിൻ്റെ കാര്യം, വഴിയുടെ കാര്യം എല്ലാം പറഞ്ഞിട്ട് അവസാനം വെള്ളം, നദിയുടെ കാര്യം പറയുന്നു. ഇത് വലിയൊരു ആത്മീയ യാഥാർത്ഥ്യത്തെ ചൂണ്ടിക്കാണിക്കുകയാണ്. അത് നമുക്ക് ചിന്തിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് വരും ദിനങ്ങളിൽ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭാഗം ഒന്നുകൂടെ വായിക്കാൻ ഞാൻ നിങ്ങളെ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉദ്ഭവിക്കും, നിങ്ങളത് അറിയുന്നില്ലയോ? അതേ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. ഞാൻ മരുഭൂമിയിലൊരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. ഇത് ദൈവം ചെയ്യുന്ന പുതിയ പ്രവൃത്തിയാണ്. അതിനി ഒരുപാട് കാലതാമസമൊന്നുമില്ല, ഇപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ ആരംഭിച്ചു എന്നാണ് വചനം പറയുന്നത്. ചില അതിൻ്റെ ആത്മീയ തലങ്ങൾ മനസ്സിലാക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് വരും ദിനങ്ങളിൽ നമ്മെ സഹായിക്കട്ടെ. ഇന്ന് ഈ വചനത്താൽ ഞാനിവിടെ കുത്തിടുകയാണ്. നമുക്കൊരു നിമിഷം ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാൻ ദൈവസ്നേഹത്തിൽ ഞാൻ നിങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നു. ഇപ്പോൾ വരേണ്ട ഒരവസ്ഥയായിരിക്കാം. അതിൻ്റെ നടുവിൽ ഭൂതകാലത്തിൽ ഒരുപാട് വലിയ ദൈവപ്രവൃത്തികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. അതുപോരാ, ദൈവം അവസാനിപ്പിച്ചിട്ടില്ല, പുതിയത് ചെയ്യുന്ന, കഠിനമായ സ്ഥലങ്ങളിലാണെന്ന് തോന്നിയാലും പുതിയത് ചെയ്യുന്ന, പുതിയതിനെ ഉത്ഭവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. ഒരു ഗാനം നമുക്ക് ദൈവസന്നിധിയിൽ പാടാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശ
ദൈവത്തിൻ്റെ നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രവൃത്തികൾ അവസാനിച്ചിട്ടില്ല. പഴയ കാലങ്ങളിൽ വലിയ ദൈവപ്രവൃത്തികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. അതിൻ്റെ നിഴലിൽ ജീവിക്കണ്ട. പുതിയത് ചെയ്യുന്ന ജീവിതത്തിന്റെ വരണ്ട സ്ഥലത്തെ, വേസ്റ്റ് ലാൻഡുകളെ പുതിയത് ജനിപ്പിക്കുന്ന സ്ഥലമാക്കി തീർക്കുന്ന ഒരു ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇത് പരാജയമാണ്, ഇത് ചവറുപാടങ്ങളാണ്. പക്ഷെ ദൈവം വിളിക്കുന്നത് ഈ ചവറുപാടങ്ങളെ പുതിയത് ജനിപ്പിക്കുന്ന, പുതിയത് ഉത്ഭവിപ്പിക്കാൻ ശക്തിയുള്ളതാണ് കരമാണ് എൻ്റെ കരമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. I receive that word. And will you? ആത്മീയ മന്ദത കൊണ്ട് ഇത് ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ്. This has already begun. നമ്മുടെ ആത്മീയ മന്ദത കൊണ്ട് നമുക്കത് കാണാൻ പറ്റുന്നില്ല. കർത്താവേ, അങ്ങയുടെ മുമ്പിൽ ഞാൻ നുറുങ്ങുന്നു. കർത്താവേ, എന്നെ സഹായിക്കണം. എൻ്റെ ആത്മീയ മന്ദത മാറ്റണം. ഇനിയും വലിയ കാര്യങ്ങൾ ചെയ്യാൻ, എൻ്റെ ജീവിതത്തിൽ പുതിയ മുന്നേറ്റങ്ങളിലേക്ക് നടക്കാൻ എന്നെ സഹായിക്കുന്ന ദൈവം ജീവിക്കുന്നു എന്ന് വിശ്വസിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനം നമുക്ക് ഹൃദയംഗമായി ഏറ്റെടുക്കാം. പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് തരുന്ന ഈ ഒരു വാഗ്ദത്തം, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിക്കഴിഞ്ഞ ഈ ഒരു റിയാലിറ്റിയെ നമുക്ക് സ്വീകരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇപ്പം ഡ്രൈ ആയിരിക്കാം, വേസ്റ്റ് ലാൻഡായിട്ട് തോന്നുന്നുണ്ടാവാം. പക്ഷെ അവിടെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മൾ വിശ്വസിക്കുന്ന ദൈവമെന്ന് വചനം പറയുന്നു. Let's surrender our life. കുശവന്റെ കയ്യിൽ കളിമണ്ണ് പോലെ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ.